ഹായ് എവ്രി വൺ. ഇലക്ട്രീഷ്യൻ സെക്കൻഡ് ഇയേഴ്സിൻ്റെ തിയറി പേപ്പറിൽ കൺട്രോൾ പാനൽ വയറിംഗ് എന്ന മൊഡ്യൂളാണ് നമ്മളിനി കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ പവർ ആൻഡ് കൺട്രോൾ സർക്യൂട്ട്സ് ഫോർ 3-phase മോട്ടോറിൽ വരുന്ന കോണ്ടാക്ടേഴ്സിൻ്റെ ട്രബിൾ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാർട്ടേഴ്സ് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റാർട്ടേഴ്സ്, അതിൻ്റെ ഫങ്ഷനിങ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് സ്റ്റാർട്ടർ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ, അതായത് DOL സ്റ്റാർട്ടറാണ് നമ്മളിനിപ്പോൾ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ DOL സ്റ്റാർട്ടറിൻ്റെ ഫിഗർ തന്നിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ അതിൻ്റെ പവർ സർക്യൂട്ട് തന്നിട്ടുണ്ട്. പോയിൻറ്റ്സ് നോക്കാം. എ DOL സ്റ്റാർട്ടർ ഈസ് ദ വൺ ഇൻ വിച്ച് എ കോണ്ടാക്ടർ വിത്ത് നോ വോൾട്ട് റിലേ, ഓൺ ആൻഡ് ഓഫ് ബട്ടൺസ് ആൻഡ് ഓവർലോഡ് റിലേ ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ എൻ എൻക്ലോഷർ. ഒരു DOL സ്റ്റാർട്ടർ എന്ന് പറയുമ്പം അതിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുക? ഒരു കോണ്ടാക്ടർ അവിടെ കാണിച്ചിട്ടുണ്ട് വിത്ത് നോ വോൾട്ട് റിലേ. ഒരു നോ വോൾട്ട് റിലേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. നോ വോൾട്ട് റിലേ, അതായത് ഓവർലോഡ് റിലേ കോണ്ടാക്ട്സ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഫിഗറിനകത്ത്. തെർമൽ എലമെൻ്റ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഓൺ ബട്ടൺ ആൻഡ് ഓഫ് ബട്ടൺ, ഓൺ ബട്ടൺ ഉണ്ടാവും, ഓഫ് ബട്ടൺ ഉണ്ടാവും, സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട് ഫിഗറിൽ. ആൻഡ് ഓവർലോഡ് റിലേ ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ എൻ എൻക്ലോഷർ. ഒരു എൻക്ലോഷറിൻ്റെ അകത്ത് ഫിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ഇത്രയും പോർഷൻസ് വരുന്നത്. സിമ്പിൾ, ഇൻഎക്സ്പെൻസീവ് ആൻഡ് ഈസി ടു ഇൻസ്റ്റാൾ ആൻഡ് മെയിൻറ്റെയിൻ. ഈ DOL സ്റ്റാർട്ടർ എന്ന് പറയുമ്പം അത് സിമ്പിളായിട്ടുള്ളൊരു സർക്യൂട്ടാണ്, എക്സ്പെൻസ് കുറവാണ്, ഇൻസ്റ്റാൾ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നമുക്ക് എളുപ്പമാണ്. ആൻഡ് ഇറ്റ് ഈസ് എൻക്ലോസ്ഡ് ഇൻ എ മെറ്റൽ ഓർ PVC കേസ് ഇൻ എ മോസ്റ്റ് കേസസ്. അധിക കേസിലും സാധാരണ ഒരു മെറ്റൽ കേസ് അല്ലെങ്കിൽ ഒരു PVC കേസിൻ്റെ ഉള്ളിൽ എൻക്ലോസ്ഡ് ആയിട്ടാണ് DOL സ്റ്റാർട്ടർ വരുന്നത്. ദ നോ വോൾട്ട് കോയിൽ ഈസ് റേറ്റഡ് ഫോർ 415 വോൾട്ട് ആൻഡ് ഈസ് ടു ബി കണക്റ്റഡ് അക്രോസ് ദ 2 phases. ഒരു നോ വോൾട്ട് കോയിൽ, കോണ്ടാക്ടറിന് ഒരു നോ വോൾട്ട് കോയിൽ ഉണ്ടായിരിക്കും. ആ നോ വോൾട്ട് കോയിൽ എങ്ങനെയാണ് വെച്ചിട്ടുള്ളത്? ഈസ് കണക്റ്റഡ് ബിറ്റ്വീൻ ദ 2 phases. ഏതെങ്കിലും 2 ഫേസസിൻ്റെ ഇടയ്ക്കായിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. 415 വോൾട്ട് സപ്ലൈയും അതിന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റേറ്റഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് 415 വോൾട്ടിലായിരിക്കും ഉണ്ടാവുക. ദ ഓവർലോഡ് റിലേ ക്യാൻ ബി സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ദ ICTP സ്വിച്ച് ആൻഡ് കോണ്ടാക്ടർ. ഓവർലോഡ് റിലേ ICTP സ്വിച്ചിൻ്റെയും കോണ്ടാക്ടറിൻ്റെയും ഇടയ്ക്ക് പ്ലേസ് ചെയ്യാം. ഓർ ബിറ്റ്വീൻ ദ കോണ്ടാക്ടർ ആൻഡ് മോട്ടറിൻ്റെയും കോണ്ടാക്ടറിൻ്റെയും ഇടയ്ക്കോ വെക്കാം. ICTP സ്വിച്ച് എന്തിനാണ് വെക്കുന്നത് വെച്ചാൽ അതിനകത്ത് ഫ്യൂസ്ഡ് സ്വിച്ചസ് ആണ് ഉണ്ടാവുക. അപ്പോൾ സപ്ലൈയിൽ നിന്ന് മോട്ടറിലേക്ക് എത്തുന്ന ലൈനിൽ എന്തെങ്കിലും ഓവർലോഡ് ഉണ്ടെങ്കിൽ അതിനെ ഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ ICTP സ്വിച്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒന്നുകിൽ കോണ്ടാക്ടറിൻ്റെയും ഓവർലോഡ് റിലേ സാധാരണ നമ്മൾ വെക്കുന്നത് ഈ ICTP സ്വിച്ചിൻ്റെയും കോണ്ടാക്ടറിൻ്റെയും ഇടയ്ക്കോ അല്ലെങ്കിൽ കോണ്ടാക്ടറിൻ്റെയോ മോട്ടറിൻ്റെയോ ഇടയ്ക്കോ ഓവർലോഡ് റിലേ നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇനി ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടറിൻ്റെ മെയിനായിട്ടുള്ളൊരു ഫങ്ഷനിങ് വരുന്നത് എവിടെയാണ് നമ്മൾ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ യൂസ് ചെയ്യണത് എന്നാണ് നോക്കുന്നത്. ഫോർവേഡ് ആൻഡ് റിവേഴ്സിംഗ് ഓഫ് 3-phase ഇൻഡക്ഷൻ മോട്ടോർ. 3-phase ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഫോർവേഡ് ആൻഡ് റിവേഴ്സിംഗ് ഓപ്പറേഷൻ ഇൻ മെനി മെഷീൻസ് ലൈക്ക് ലാർജ് മില്ലിംഗ് മെഷീൻ ആൻഡ് ലിഫ്റ്റ്, ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു റൺ ദ മോട്ടർ ഇൻ ബോത്ത് ഡയറക്ഷൻസ് ഇൻ ഫോർവേഡ് ആൻഡ് റിവേഴ്സ്. നമുക്കറിയാം ചില മില്ലിംഗ് മെഷീനിൽ, അതുപോലെ ലിഫ്റ്റിൽ എങ്ങനെയാണ് മേലേക്കും താഴേക്കും 2 മൂവ്മെൻറ്റും അവിടെ പോസിബിളാണ്. അതായത് മില്ലിംഗ് മെഷീനിലൊക്കെ ഫോർവേഡ് മൂവ്മെൻറ്റും റിവേഴ്സ് മൂവ്മെൻറ്റും മോട്ടറിന് ആവശ്യമായിട്ട് വരും. By changing the phase sequence of any 2 phases, the direction of rotation of a 3-phase motor can be changed. അതായത് നമുക്കൊരു മോട്ടറിൻ്റെ റൊട്ടേഷൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും 2 ഫേസിൻ്റെ ഫേസ് സീക്വൻസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി, മോട്ടറിൻ്റെ റൊട്ടേഷൻ ഇൻ്റർചേഞ്ച് ആയിക്കോളും. പക്ഷേ ഇത് നമുക്ക് പ്രാക്ടിക്കലി ഹാൻഡായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വയറ് ഊരി കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ എന്ത് ചെയ്യണം? അതിനൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു ഡിവൈസ് നമ്മൾ അതിന് പ്രൊവൈഡ് ചെയ്യണം ഈ കണക്ഷൻ ഇൻ്റർചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കേസിലാണ് നമ്മൾ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത്. ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടറിന് ഈ ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ പറ്റും. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ദ സപ്ലൈ ടെർമിനൽ L1 ഈസ് കണക്റ്റഡ് വിത്ത് മോട്ടർ ടെർമിനൽ A1 ഇൻ ബോത്ത് ഡയറക്ഷൻ ഓഫ് ദ റണ്ണിങ്. ഫോർവേഡിലായാലും നമ്മൾ കാണിച്ചിട്ടുള്ള ഫിഗറിനകത്ത് സപ്ലൈനകത്ത് നേരെ താഴെ ഫ്യൂസ്ഡ് കോണ്ടാക്ട്സ് വഴി
മോട്ടറിലേക്ക് കണക്ഷൻ പോകുന്നുണ്ട്. അവിടെ റിവേഴ്സ്ഡ് കോൺടാക്റ്റും ഉണ്ട്, നമുക്ക് ഫോർവേഡ് കോൺടാക്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോർവേഡ് കോൺടാക്റ്റാണ് ഡയറക്റ്റായിട്ട് കാണിച്ചിട്ടുള്ളത്, റൈറ്റ് സൈഡിനകത്ത് റിവേഴ്സ് കോൺടാക്റ്റും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ലൈന് ഇപ്പോൾ ഇവിടെ L1 നിന്നും മോട്ടറിൻ്റെ ടെർമിനൽ A1ലേക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പം ഫോർവേഡ് ആയാലും റിവേഴ്സ് ആയാലും ആ കണക്ഷൻ പ്രോപ്പറാണ്. ബാക്കി രണ്ട് കണക്ഷൻ L2ഉം L3യും B1ലേക്കും C1ലേക്കോ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ഫോർവേഡ് ആകുമ്പോൾ സപ്പോസ് നമുക്ക് L2നെ B1ലേക്കും L3നെ മോട്ടറിൻ്റെ C1 ടെർമിനലിലേക്കും കണക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിന് റിവേഴ്സ് ചെയ്യണമെങ്കിൽ, റിവേഴ്സ് ഓപ്പറേഷൻ മോഡിൽ നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ L2നെ B1ൽ കൊടുക്കുന്നതിന് പകരം C1ൽ കൊടുത്തിട്ട് L3നെ B1ലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, L3നെ C1ലേക്ക് കൊടുക്കുന്നതിന് പകരം L3നെ B1ലേക്കും L2നെ C1ലേക്കും ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റിവേഴ്സ് ഓപ്പറേഷൻ പോസിബിൾ ആവും. Thus, due to the sequence of phase changed, the direction of rotation also changed. ഫേസ് സീക്വൻസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷനും ചേഞ്ച് ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കോണ്ടാക്ടറിനെ, അതായത് റിവേഴ്സ് കോണ്ടാക്ടറും ഫോർവേഡ് കോണ്ടാക്ടറും ഉണ്ടാവും. നമ്മൾ നേരത്തെ കേസിൽ ഒരു കോണ്ടാക്ടർ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. റിവേഴ്സിനും ഫോർവേഡിനും വേറെ വേറെ കോണ്ടാക്ടർ അതായത് രീതിയിൽ വയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഫേസ് സീക്വൻസ് ചേഞ്ച് ആവുന്ന രീതിയിൽ റിവേഴ്സ് കോണ്ടാക്ടറിന് വെച്ച് കഴിഞ്ഞാൽ ആ കോണ്ടാക്ടർ നമുക്ക് ഓൺ ചെയ്താൽ മോട്ടർ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ടും റിവേഴ്സിൽ തിരിയാൻ തുടങ്ങിക്കോളും. Interlocking protection is provided by normally closed contacts of the contactor. കോണ്ടാക്ടറിന് നോർമലി ക്ലോസ്ഡ് കോണ്ടാക്ട്സ് ഉണ്ടായിരിക്കും. ഈ നോർമലി ക്ലോസ്ഡ് കോണ്ടാക്ട്സിലൂടെ നമുക്ക് ഇൻ്റർലോക്കിംഗ് പ്രൊട്ടക്ഷൻ അവൈലബിൾ ആണ്. അതായത് വൺസ് നമ്മുടെ ഫോർവേഡ് കോണ്ടാക്ട്സ് എനർജൈസ്ഡ് ആയിട്ട് ഫോർവേഡ് കോണ്ടാക്ട്സ് ക്ലോസ് ചെയ്ത് മോട്ടർ ഫോർവേഡ് കണ്ടീഷനിൽ കറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കോണ്ടാക്ട്സിന് തന്നെ നോർമലി ക്ലോസ്ഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ ക്ലോസ് ചെയ്യാതെ, അതായത് സപ്ലൈ കൊടുത്തിട്ട് ക്ലോസ് ചെയ്യാതെ ഓൾറെഡി ക്ലോസ്ഡ് കണ്ടീഷനിൽ വരുന്ന ടെർമിനൽസ് ഉണ്ടായിരിക്കും. ആ ടെർമിനൽസ് അതവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കാരണം നമ്മൾ നേരത്തെ ഓക്സിലറി സർക്യൂട്ടിൻ്റെ പറഞ്ഞതുപോലെ അങ്ങനെ ടെർമിനൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് എന്തായിരിക്കും? ഇൻ്റർലോക്കിംഗ് പ്രൊട്ടക്ഷൻ വരും. അത് നമ്മൾ അറിയാതെ ഇപ്പോൾ ഇനി എങ്ങാനും റിവേഴ്സ് ബട്ടൺ പുഷ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് സംഭവിക്കില്ല? മോട്ടർ റിവേഴ്സിൽ കറങ്ങില്ല, മോട്ടർ ഫോർവേഡിൽ തന്നെ കറങ്ങും. ഇനി മോട്ടർ റിവേഴ്സിൽ കറങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? ദ ഡയറക്ഷൻ ഓൺലി ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ സ്വിച്ച് ഓഫ് ആൻഡ് പ്രസ് ദ റിവേഴ്സ് ഡയറക്ഷൻ പുഷ് ബട്ടൺ. നമുക്ക് റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോട്ടർ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മാത്രം നമുക്ക് റിവേഴ്സ് ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? മോട്ടർ റിവേഴ്സിൽ കറങ്ങുള്ളൂ. നമ്മൾ ആദ്യം മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നോർമലി ഫോർവേഡിൽ റൺ ചെയ്യും. ഫോർവേഡിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോട്ടറിനെ നമുക്ക് റിവേഴ്സിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ മോട്ടർ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് റിവേഴ്സ് ബട്ടൺ പുഷ് ചെയ്താൽ മാത്രമേ മോട്ടർ റിവേഴ്സിൽ കറങ്ങാൻ തുടങ്ങുള്ളൂ. ഒരു ചെറിയ ടൈം ഡിലേ അതിൻ്റെ ഇടയ്ക്ക് എന്തായാലും വരും. ഈ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സ്റ്റാർട്ടർ എന്ന് പറയുന്നത് സെമി ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ തന്നെ സെമി ഓട്ടോമാറ്റിക്കും ഉണ്ട്, ഫുള്ളി ഓട്ടോമാറ്റിക്കും ഉണ്ട്. ദ സ്റ്റാൻഡേർഡ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് വിത്ത് ബോത്ത് എൻഡ്സ് ഓഫ് ഈച്ച് ഓഫ് ദ ത്രീ വൈൻഡിങ്സ് ബ്രോട്ട് ഔട്ട്. അതായത് ഒരു സ്റ്റാൻഡേർഡ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ 3 വൈൻഡിങ് ഉണ്ടാവും. RYB 3 വൈൻഡിങ്ങിൻ്റെയും 2 ടെർമിനലും നമ്മൾ പുറത്തേക്ക് കണക്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ മോട്ടേഴ്സിനെയാണ് നമ്മൾ സ്റ്റാർ ഡെൽറ്റ മോട്ടേഴ്സ് എന്ന് പറയാം. ഇനി നമ്മൾ ഇഫ് സ്റ്റാർട്ടർ യൂസ്ഡ് ഹാസ് ദ റിക്വയർഡ് നമ്പർ ഓഫ് പ്രോപ്പർലി വയേർഡ് കോണ്ടാക്ട്സ് ദ മോട്ടോർ ക്യാൻ ബി സ്റ്റാർട്ടഡ് ഇൻ സ്റ്റാർ ആൻഡ് റൺ ഇൻ ഡെൽറ്റ. ഇനി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടറിന് ഇതുപോലെ സ്റ്റാർ ഡെൽറ്റ മോട്ടറിനെ കണക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കണക്ഷൻസും പ്രോപ്പർലി വയേർഡ് ചെയ്തിട്ടുള്ള കോണ്ടാക്ട്സ് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ സ്റ്റാറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ആ മോട്ടറിനെ ഡെൽറ്റയിൽ റൺ ചെയ്യിക്കാം. എല്ലാ ടെർമിനൽസും അവൈലബിൾ ആയിട്ടുള്ള ഒരു മോട്ടറിലേക്ക് പ്രോപ്പറായിട്ടുള്ള എല്ലാ കണക്ഷൻസും വയേർഡ് ചെയ്തിട്ടുള്ള ഒരു കോണ്ടാക്ടറും കൂടെ ഉള്ള സ്റ്റാർട്ടറാണ് നമ്മൾ യൂസ് ചെയ്യണതെങ്കിൽ നമുക്ക് ആ സ്റ്റാർട്ടറിനെ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റാറിൽ റൺ ചെയ്യുകയും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഡെൽറ്റയിലേക്ക് റൺ ചെയ്യുകയും ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും. ദ കോണ്ടാക്ടേഴ്സ് ആർ എംപ്ലോയിഡ് ഫോർ മേക്കിംഗ് ആൻഡ് ബ്രേക്കിംഗ് ദ മെയിൻ ലൈൻ കണക്ഷൻസ്. ഈ കോണ്ടാക്ടേഴ്സ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യണത്? മെയിൻ കണക്ഷൻസ് മേക്ക് ചെയ്യാൻ ആവശ്യമുള്ളപ്പോൾ കണക്ട് ചെയ്യുക, അല്ലാത്തപ്പം അതിന് ബ്രേക്ക് ചെയ്ത് കളയുക. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോണ്ടാക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സർക്യൂട്ട് റൈറ്റ് സൈഡിൽ സെമി ഓട്ടോമാറ്റിക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൻ്റെ സർക്യൂട്ട് തന്നിട്ടുണ്ട്.
മോട്ടറിൻ്റെ 6 ടെർമിനൽസാണ് B1 C1 A1 അതുപോലെ A2 B2 C2 എന്ന് പറഞ്ഞിട്ട് മേലെ കാണിച്ചിട്ടുള്ളത്. താഴെ K2 എന്ന് പറയുന്നത് ഡെൽറ്റയുടെ കോണ്ടാക്ടറാണ്. പിന്നെ K3 എന്ന് പറയുന്നത് സ്റ്റാറിൻ്റെ കോണ്ടാക്ടറും K1 മെയിൻ കോണ്ടാക്ടറും. സ്റ്റാർട്ട് ബട്ടണും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, സ്റ്റോപ്പ് ബട്ടണും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സപ്ലൈ ടെർമിനൽസ് ആണ് L1 L2 L3യിൽ നിന്ന് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റാർട്ട് ബട്ടൺ S2 ഇസ് പ്രസ്ഡ്. മോട്ടറിൻ്റെ സ്റ്റാർട്ട് ബട്ടൺ S2 പ്രസ് ചെയ്തു. S2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ദ കോണ്ടാക്ടർ കോയിൽ K3 എനർജൈസസ് ത്രൂ P4, P3 ആൻഡ് K1 നോർമലി ക്ലോസ്ഡ് കോണ്ടാക്ട് 12 ആൻഡ് 11. ഫിഗറിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുക. കണക്ഷൻസ് നോക്കാം. സ്റ്റാർട്ട് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ P4 P3 കോണ്ടാക്റ്റ് ക്ലോസ് ആവും. റൈറ്റ് സൈഡിലാണ് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ P4 P3 കോണ്ടാക്റ്റ് ക്ലോസ്ഡ് ആവും. P4 P3 കോണ്ടാക്റ്റ് ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ അവിടെ എന്താണ്? K1ൻ്റെ 12ലേക്കാണ് ആ കണക്ഷൻ P3യിൽ നിന്ന് വരുന്നത്. P4ൽ നിന്നും P3യിലേക്ക് കോണ്ടാക്റ്റ് വിടുമ്പം P3യിലെ കണക്ഷൻ 12-11 കോണ്ടാക്ട്സിലേക്ക് പോകും. K1 മെയിൻ്റെ 12-11 കോണ്ടാക്ട്സ് നോർമലി ക്ലോസ്ഡ് ആയിട്ടുള്ള കോണ്ടാക്റ്റാണ്. അതിൽ നിന്നും നേരെ സപ്ലൈ പിന്നെ ഏതിലേക്കാണ് പോണത്? K3 കോയിലിലേക്ക്, അതായത് നമ്മുടെ സ്റ്റാർ കോണ്ടാക്ടറിലേക്ക് പോവും. സ്റ്റാർ കോണ്ടാക്ടർ എനർജൈസ്ഡ് ആവും. സ്റ്റാർ കോണ്ടാക്ടർ എങ്ങനെയാണ് എനർജൈസ്ഡ് ആവുക? സ്റ്റാർ കോണ്ടാക്ടർ എനർജൈസ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ കോണ്ടാക്ടർ K3ക്കകത്ത് അവിടുത്തെ 12ലെയും 11ൻ്റെയും ഇടയ്ക്കുള്ള കോണ്ടാക്റ്റ് നോർമലി ക്ലോസ്ഡ് ആണ്. അത് നോർമലി ക്ലോസ്ഡ് ആയത് കാരണം K3യിലേക്ക് സപ്ലൈ എത്തും. K3 എനർജൈസ്ഡ് ആവും. K3 എനർജൈസ്ഡ് ആയി കഴിഞ്ഞാൽ ഓപ്പൺസ് ദ നോർമലി ക്ലോസ്ഡ് കോണ്ടാക്ട് ഓഫ് K3 ബിറ്റ്വീൻ 11 ആൻഡ് 12 ആൻഡ് മേക്സ് കോണ്ടാക്ട്സ് ബിറ്റ്വീൻ 10 ആൻഡ് 9 ഓഫ് K3. K3യുടെ 10ഉം 9ഉം തമ്മിൽ സപ്ലൈ വരും. നോക്കാം എങ്ങനെയാണ്. അതായത് K3യുടെ 12നും 11ലും സപ്ലൈ എത്തിക്കഴിഞ്ഞാൽ അത് നോർമലി ക്ലോസ്ഡ് ആണ്. K3 കോയിൽ എനർജൈസ്ഡ് ആവും. ഇപ്പോൾ ആ കോണ്ടാക്റ്റ് K3 സ്റ്റാറിൽ കാണുന്ന കോണ്ടാക്റ്റ് റൈറ്റ് സൈഡിൽ 12ലും 11ലും ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന കോണ്ടാക്ട്സ് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. അതായത് ആ കോണ്ടാക്ടർ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 12ലും 11ഉം ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന 12ഉം 11ഉം ഓപ്പൺ ആവും. 10ഉം 9ഉം ക്ലോസ്ഡ് ആവും. 10ഉം 9ഉം ഇപ്പം ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. 12ലും 11ൽ നിന്നും കോണ്ടാക്റ്റ് വിട്ടിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 10ഉം 9ഉം ക്ലോസ്ഡ് ആവും. അങ്ങനെ 10ഉം 9ഉം ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ ഈ 10ൽ നിന്നും 9ൽ നിന്നും ഇത് നേരെ സപ്ലൈ എങ്ങോട്ടാണ് പോകുന്നത്? റൈറ്റ് സൈഡിലേക്ക് 8ലേക്കും 7ലേക്കും പോകുന്നുണ്ട്. അത് പിന്നെ നമ്മുടെ P3യിലേക്കും P4ലേക്കും പോകുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? K1 മെയിൻ കോണ്ടാക്റ്റ് ആയിട്ടുള്ള K1 എനർജൈസ്ഡ് ആവും. മെയിൻ കോണ്ടാക്റ്റ് ആയിട്ടുള്ള K1ഉം എനർജൈസ്ഡ് ആയി കഴിയുമ്പം ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? K3യുടെ 9ഉം 10ഉം തമ്മിലുള്ള കോണ്ടാക്റ്റും K1ൻ്റെ 8ഉം 7ഉം തമ്മിലുള്ള കോണ്ടാക്റ്റും തമ്മിൽ ഒരു പാരലൽ പാത്ത് പ്രൊവൈഡ് ചെയ്യും. ഒരു പാരലൽ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു പാരലൽ സർക്യൂട്ട് അവിടെ മേക്ക് ചെയ്യുന്നുണ്ട്. The star conductor K3 remains energized so long as the start button is kept pressed. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചപ്പോഴാണ് ഈ സർക്യൂട്ടിൽ ഇത്രയും കാര്യങ്ങൾ നടന്നത്. നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ടിരിക്കുന്ന അത്രയും സമയത്തിൽ K3 എനർജൈസ്ഡ് ആയിട്ട് തന്നെ ഇരിക്കും. നമ്മൾ സ്റ്റാർട്ട് ബട്ടണിൽ നിന്ന് കൈ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ K3 കോയിൽ ഡി എനർജൈസ്ഡ് ആയിരിക്കും. K3 കോയിൽ ഡി എനർജൈസ്ഡ് ആയാൽ സപ്ലൈ പോയിട്ട് മോട്ടർ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 8ഉം 9ഉം 10 അതുപോലെ 8ഉം 7ഉം 10ഉം 9ഉം തമ്മിലുള്ള പാരലൽ പാത്ത് പ്രൊവൈഡ് ചെയ്തത്. ആ പാരലൽ പാത്തിൻ്റെ K3 കോണ്ടാക്റ്റ് കനോട്ട് ബി ഇൻ്റർലോക്കിംഗ് ഉള്ളത് കാരണം എന്ത് സംഭവിക്കും? മോട്ടർ റണ്ണിങ് കണ്ടീഷനിൽ തന്നെ ഇരിക്കും. നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൈ റിലീസ് ചെയ്ത് കഴിഞ്ഞാലും K3 ഡി എനർജൈസ്ഡ് ആയാലും മോട്ടർ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പാരലൽ കോണ്ടാക്റ്റ് അവിടെ പ്രൊവൈഡ് ചെയ്യണത്. ഇനി when the K3 contactor get de-energized, the normally closed contact of the K3 between 11 and 12 makes contact in the contactor K2 coil circuit. ഇനി K3 കോണ്ടാക്ടർ de-energized ആയി. K3 കോണ്ടാക്ടർ de-energized ആയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? K3യിൽ നോർമലി ക്ലോസ്ഡ് ആയിട്ടുള്ള 11-12 കോണ്ടാക്റ്റിനെ ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ 8ഉം 9ഉം 10ഉം തമ്മിൽ കോണ്ടാക്ട്സ് പ്രൊവൈഡ് ചെയ്തത്. ഇത് ഡി എനർജൈസ്ഡ് ആകുമ്പം വീണ്ടും ആ കോണ്ടാക്ടർ K3 കോണ്ടാക്ടർ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് തന്നെ മൂവ് ചെയ്ത് 11നെയും 12ഉം തമ്മിലുണ്ടായിരുന്ന ആദ്യത്തെ കോണ്ടാക്റ്റിനെ വീണ്ടും ക്ലോസ് ചെയ്യും. അങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സർക്യൂട്ട് പിന്നെ കണക്റ്റഡ് ആവുന്നത്
K2 കോയിൽ സർക്യൂട്ടിലേക്കാണ്. നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു 12ഉം K3 സ്റ്റാറിലെ 12ഉം 11ഉം തമ്മിൽ വീണ്ടും കോൺടാക്റ്റ് വന്നു കഴിഞ്ഞാൽ 12ഉം 11ലേക്കും പിന്നെ നേരെ സപ്ലൈ പോകുന്നത് K2 ഡെൽറ്റ കണക്ഷനിലേക്കാണ് പിന്നെ അത് പോകുന്നത്. അങ്ങനെ കണക്ഷൻ K2ലേക്ക് പോയി കഴിഞ്ഞാൽ K2 എനർജൈസ്ഡ് ആവും. K2 എനർജൈസ്ഡ് ആയാൽ എന്ത് സംഭവിക്കും? മോട്ടർ ഡെൽറ്റ കണക്ഷനിൽ സ്റ്റാർട്ടാവും. ഡെൽറ്റ കണക്ഷനിൽ മോട്ടർ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഓൺ ദി സ്റ്റാർട്ട് ബട്ടൺ ഈസ് ദ ഡെൽറ്റ കോണ്ടാക്ടർ K2 ക്ലോസസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? K2 കോയിലുമായിട്ട് കോണ്ടാക്ടറിൻ്റെ സർക്യൂട്ട് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ കോണ്ടാക്ടർ K2 ക്ലോസ് ചെയ്യും. ആൻഡ് ദ ഇൻഡക്ഷൻ മോട്ടർ അറ്റൈൻസ് ദ സാറ്റിസ്ഫാക്ടറി സ്റ്റാർട്ടിങ് ആൻഡ് റണ്ണിങ് വെൻ ഇറ്റ് റീച്ചസ് ദ 70% ഓഫ് ദ റേറ്റഡ് സ്പീഡ്. നമ്മളിപ്പോൾ എന്ത് ചെയ്തു? മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാർ കണക്ഷനിൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് മോട്ടർ ഏതാണ്ട് ഒരു 70%ഓളം റേറ്റഡ് സ്പീഡ് എത്തുമ്പോഴാണ് മോട്ടർ എന്ത് ചെയ്യുന്നത്? അതിൻ്റെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റണ്ണിങ്ങിലേക്ക് മോട്ടർ എത്തുന്നത്. ഒരു 70%ഓളം റേറ്റഡ് സ്പീഡിലേക്കൊക്കെ ആവുമ്പോഴാണ് മോട്ടർ അറ്റൈൻസ് ദ സാറ്റിസ്ഫാക്ടറി സ്റ്റാർട്ടിങ് ആൻഡ് റണ്ണിങ് വെൻ ഇറ്റ് റീച്ചസ് ദ 70% ഓഫ് ദ റേറ്റഡ് സ്പീഡ്. അപ്പോൾ കുറച്ച് സമയം നമ്മൾ സ്റ്റാറിൽ നമ്മൾ റെഡ്യൂസ്ഡ് വോൾട്ടേജിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം മോട്ടർ ഡെൽറ്റയിലേക്ക് കണക്ഷൻ കൊടുത്തു. അപ്പോഴേക്കും 70% ഓഫ് ദ റേറ്റഡ് സ്പീഡ് എത്തിയിട്ടുണ്ടാവും.